ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള എൻ്റെ കയ്യിലുള്ള ഈ ബൊഗൈൻവില്ല ബോൺസായി പ്ലാന്റുകളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലവർ ഏകദേശം ഒരു നവംബർ ഡിസംബർ മാസത്തിൽ ഫ്ലവർ ചെയ്തു. ഈ പ്രാവശ്യം ആ ഫ്ലവറിങ്ങിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുക്കി നിർത്തേണ്ടത്, അപ്പോൾ നമ്മൾ പ്ലാന്റിനെ എന്തൊക്കെയാണ് നമുക്ക് പ്ലാന്റിന് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എൻ്റെ പ്ലാന്റിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇത് ചെറിയ പ്ലാന്റിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ട്രീറ്റ്മെൻറ്റ് ചെറിയ പ്ലാന്റിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ പ്ലാന്റിനാരും ഇത് ചെയ്തു പോരുത്. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഏജുള്ള, പ്രായക്കൂടുതലുള്ള, നല്ല ഹെവി സൈസിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളതിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ചെറിയ പ്ലാന്റിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് തന്നെ മൊത്തത്തിൽ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഫ്ലവറിങ് ഫസ്റ്റ് ടൈം ഫ്ലവറിങ് കഴിഞ്ഞ് നമ്മൾ ആ ഫസ്റ്റ് ടൈം ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ചെടീനെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ വെയിലത്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മളതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് നമ്മളതിനെ ഫ്ലവറിങ്ങിന് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്നു. ആ സമയത്ത് നല്ലപോലെ ഫ്ലവർ ചെയ്തതാണ്. ആ ഫ്ലവറിങ് കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം 90% ഫ്ലവറെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അതിൽ അധികം ഫ്ലവർ കാണില്ല. അത് എത്ര ടൈം എടുത്താലും നമ്മൾ അതിൽ ആ ഒരു ഫ്ലവർ 1-2 ഫ്ലവറിൽ അങ്ങനെ ലൈഫ് നീണ്ടു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബ്രാഞ്ചുകളെല്ലാം തന്നെ നീണ്ടു വളർന്നിട്ടും അതിനൊരു ഷേപ്പ് ഇല്ലാത്തൊരവസ്ഥയിൽ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തരുത് ഒരിക്കലും. നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ ഷേപ്പ് ആക്കി അതിനെ നിർത്തിയാൽ മാത്രമേ നമുക്ക് അതിന് ഫ്ലവർ വരുന്ന സമയത്ത് ഒരു ബുഷിയായിട്ട് നല്ലൊരു ബോൺസായി ലുക്കിൽ നമുക്ക് അതിനെ ആക്കിയെടുക്കാനുള്ള ആ ഒരു ഇത് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആ ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ബാലൻസ് ഉള്ള ഫ്ലവറുകൾ, അതുപോലെ നീണ്ടു കിടക്കുന്ന ബ്രാഞ്ചുകൾ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു രീതിയിൽ ഷേപ്പിൽ വെട്ടി ഒതുക്കി ആ ഫ്ലവറെല്ലാം തന്നെ കട്ട് ചെയ്ത് കളയാം. അത് കാലം തെറ്റി വന്നിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ടാവും അതിൽ, അതെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ നമ്മൾ ഒരു ഷേപ്പിൽ തന്നെ അതിനെ ഒരു ആടായിട്ട് തന്നെ കുറച്ച് ആടായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് നമ്മളതിനെ ഒരു കട്ടർ വെച്ചിട്ട് ശരിക്ക് കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തണം. ഇങ്ങനെ വെട്ടി ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റിനെ നമ്മൾ വെള്ളം ഒഴിക്കാതെ നമ്മളൊരു 6 ദിവസത്തോളം ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ പ്ലാന്റിനെ നമ്മൾ വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു 6 ദിവസത്തോളം നമ്മൾ വെയിലത്ത് തന്നെ, നമ്മൾ ഈ പ്ലാന്റിനെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ പ്ലാന്റിന് കുറച്ച് ക്ഷീണം വരും. പക്ഷേ അത് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ്, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലവറിങ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു 6 ദിവസത്തോളം വെള്ളം കൊടുക്കാതെ നമ്മൾ ആ ചെടിയെ അതുപോലെ തന്നെ നിലനിർത്തുക. ചെറിയ പ്ലാന്റൊക്കെ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് നശിച്ചു പോകും, ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരു 6 ദിവസത്തോളം നമ്മൾ ഇതിന് വെള്ളം കൊടുക്കാതെ നമ്മൾ അതുപോലെ നിർത്തുക. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ നമ്മളൊരു 6 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലായനിയുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളം, അതുപോലെ പഴത്തൊലി, പച്ചക്കറി വേസ്റ്റ്, ഇതെല്ലാം തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ അതിലോട്ട് കടലപ്പിണ്ണാക്ക് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് നമ്മളതിന് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എല്ലുപൊടി എടുക്കുക. എല്ലുപൊടി ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരു സ്പൂണ് ആ പ്ലാന്റിനനുസരിച്ചുള്ള ലെവലിലുള്ള അളവിന് നമ്മൾ ഇതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ലായനി ഇതിന് മുകളിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ആ ഒഴിച്ചു കൊടുത്ത ആ ലായനി അതിൻ്റെ വേരിലേക്കൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും പിന്നീട് നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് നമ്മൾ ആ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം കണ്ടിന്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണാവുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ലീഫുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോയിട്ട് ഇതിൽ പോയി കാണുന്ന പോലെ എല്ലാ ലീഫുകളും ഉണങ്ങി കരിഞ്ഞോ അത് പഴുത്ത് ചാടിപ്പോവും. പിന്നീട് വരുന്ന തളിർപ്പുകളെല്ലാം തന്നെ നമുക്ക് ഫ്ലവറായിട്ടാണ് വരിക. പിന്നീട് ഇതിൽ വരുന്ന നാമ്പുകൾ, ഇതിൽ പുതുതായിട്ട് വരുന്ന ഇലകൾ ഉണ്ടാവില്ല. നമ്മൾ പിന്നീട് വരുന്ന എല്ലാം തന്നെ ഫ്ലവറായിട്ട് ഇതിൽ പൊടിപ്പ് വരുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാ മുകുളങ്ങളും ഫ്ലവറായിരിക്കും.
അങ്ങനെ ഏകദേശം ഇതിപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 6-7 ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇത് ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു പോയിട്ട് ഫ്ലവർ ആയി വരുന്ന ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇതുപോലെ ആയി വന്ന് നമ്മളതിന് ഫുള്ളായിട്ട് ഫ്ലവർ ആവുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാം. ടോട്ടൽ ഏകദേശം ഒരു 10-15 ദിവസത്തിന് ശേഷമുള്ളൊരവസ്ഥയാണിത്. ഇലയില്ലാതെ ഫുള്ളായിട്ട് പൂക്കളായിരിക്കും ചെടിയിലുണ്ടാകുക. അങ്ങനെ ഈ പൂവ് ഏകദേശം 2 മാസത്തോളം ഇത് തന്നെ കണ്ടിന്യൂ നിലനിൽക്കേണ്ടതാണ്. നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കേണ്ടതില്ല. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്ലവറിന് വാട്ടം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫ്ലവർ അതിലുണ്ടാവും. വീണ്ടും നമ്മളാ ചെയ്ത അതേ ട്രീറ്റ്മെൻറ്റ് ഇത് കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.